മമ്മൂട്ടി ഒരു പാർട്ടി സെക്രട്ടറി ആരാനോട് പറഞ്ഞില്ലേ, നിങ്ങളെന്തിനാ എൻ്റെ പുറകെ നടക്കുന്നേ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതല്ലെന്നോ അയാളൊക്കെ പറയുന്ന ഡയലോഗ് ഇവിടെ പറഞ്ഞു വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, മമ്മൂട്ടി പൊതുസ്ഥലത്ത് വെച്ച് ഒരാളെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ്. അങ്ങനെയൊക്കെ പറയാവോ? അങ്ങനെ പറയാം. പക്ഷെ അത് ഈ മൈക്ക് ഒന്നെങ്കിൽ മൈക്ക് അവരുടെ ആരുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ ക്യാമറ ഇപ്പോൾ അത്രയൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ടൈപ്പ് മൈക്കുണ്ട്, സൗണ്ടൊക്കെ. അപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. എല്ലാവരും അറിയത്തില്ല. അയാൾ വളരെ രഹസ്യമായിട്ട് അയാളോട് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞു. ശരി, നിങ്ങളങ്ങനെ വിചാരിക്കരുത്, ഞാൻ അതിന് വന്നതല്ല, എൻ്റെ പുറകെ ഇങ്ങനെ എന്ത് തള്ളി കയറി എന്നുള്ള രീതിയിൽ പറഞ്ഞത് കണ്ടാൽ മനസ്സിലാകത്തില്ല എന്ന് ഒരുത്തന്മാരെ ഇടം തള്ളുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പറയേണ്ടത് മറ്റേ മുണ്ടക്കയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ മോഹൻലാലിനോട് റിയാസിനോടൊക്കെയാണ്. കൊച്ചിനെയൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ഒരു കൈ ഇങ്ങനെ വന്ന് കരയ്ക്ക് നിന്ന് റിയാസ് ഒരു കൊച്ചിനെ എടുത്തിട്ട് അപ്പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്, ഇടയിൽ കയറി നിന്നേക്കുന്നു. അവരെല്ലാം അത് വൃത്തിക്ക് ചെയ്തുകൊണ്ടിരുന്ന പണിയുടെ ഇടയിൽ ഒരാൾ കയറി അങ്ങനെ കാണിച്ചവരൊക്കെയാണ് എനിക്ക് തോന്നാറ്. ഞാനന്ന് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ വന്ന് ഇടയിൽ കയറുന്നത് വൃത്തികേടാണ്, പബ്ലിസിറ്റിക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ മുതലെടുക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു അധപ്പതിച്ച മനുഷ്യനായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു പോകും നമ്മളെ. അങ്ങനെയല്ല അത് ചെയ്യണ്ട. അവിടെ ചെന്ന് കണ്ടു, അതിന് ഇടയിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയിൽ കയറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയുടെ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. അതൊക്കെ ഇവരുടെയൊക്കെ നിലവാരം ഭയങ്കര മോശം മനുഷ്യരാ, അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. അതെന്ന് പറഞ്ഞ പോലെ ഈ മമ്മൂട്ടി എന്തിനാ പിന്നെ വിളിച്ചോണ്ട് പോയത്, എന്തിനാ തള്ളി ഇയാളെന്തിനാ പോകുന്നേ? മമ്മൂട്ടി കാണണേ മമ്മൂട്ടി വന്നിട്ട് പോട്ടെ, ഇവന്മാരെന്തിനാ ഇതിന്റെ പുറകെ കൂടുന്നത്? ഇവര് പബ്ലിസിറ്റിക്ക് അല്ലേ കൂടുന്നത്? മമ്മൂട്ടി വന്നപ്പോൾ വീഡിയോ വന്നു, ക്യാപ്ചർ ചെയ്യുന്നു, അവിടെ ന്യൂസ് ആവുന്നു, ഉടനെ പിന്നെ ഇടയിൽ കയറി നിന്നപ്പോൾ തള്ളി മുന്നിൽ വന്ന് നിന്ന് ഉടനെ കുറെ പേര് കണ്ടു. അതുകൊണ്ട് എന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടോ എന്നൊക്കെ CA ഒക്കെ വന്ന് വിളിച്ചു ചോദിച്ചാൽ, തിരുവല്ല ഭാര്യയെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നെ. അവിടെ ഏഷ്യാനെറ്റ് ഫ്ലാറ്റിന്റെ താഴെ വന്നത്, എടി എന്നെ ഏഷ്യാനെറ്റ് ഇപ്പൊ കാണിക്കും നോക്കാൻ. അങ്ങനത്തെ അല്പന്മാരൊക്കെയാ, മനസ്സിലായോ? അത്രേ ഉള്ളു ഇവര്, അതിനിറങ്ങിയതാ. അത് മമ്മൂട്ടി പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? അത് അയാളോട് പറഞ്ഞു, അയാൾ അത്രേ ഉള്ളൂ. അല്ല അത് പബ്ലിക്കിൽ എല്ലാവരും ഒരു മൈക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വന്നു എൻ്റെ പുറകെ നടന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അയാളോട് അത് പറയാൻ തോന്നി പറയണം. അയാൾക്ക് അങ്ങനെ തോന്നി, മമ്മൂട്ടിക്ക് എന്താ അങ്ങനെ പറയാൻ പാടില്ലേ? ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. ഈ മോഹൻലാൽ പറയുന്നത് മണ്ടത്തരമല്ല കേട്ടോ ഇത്. ഇങ്ങനെ അത്രയും അങ്ങ് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം കാണും. കണ്ട് മടുത്ത് കാണില്ല, എന്തോ ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഗതികെട്ടപ്പോൾ വേണ്ടി പറഞ്ഞതെന്ന് തോന്നുന്നു. കുറെ അഭ്യാസം ഇറങ്ങി കാണും, അത് മാത്രമേ ആൾക്കാർ കണ്ടുള്ളൂ, അല്ല അങ്ങനെ പറയത്തില്ല. പക്ഷെ മോഹൻലാൽ അങ്ങനെ അല്ലെന്നേ. മോഹൻലാൽ പറയുമ്പോൾ മണ്ടത്തരേ പറയത്തുള്ളൂ. നമുക്ക് എങ്ങനെയാണല്ലോ നോക്കിയാൽ മനസ്സിലാവും. ഇതങ്ങനല്ല. ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു വെച്ചാൽ അതിന് കാരണം അത്രേ ഉള്ളത്. പിന്നെ അതുമല്ല, അത് ഈ പറഞ്ഞ പോലെ സൗണ്ടൊക്കെ കേട്ട് ഭയങ്കര പാട് കേട്ടിട്ട് പൊതു സ്ഥലത്ത് വെച്ചിട്ട് അപമാനിച്ചു എന്നൊക്കെ പറയുന്ന സാധനം അല്ലത്. സ്ഥലം പൊതുസ്ഥലമായിരിക്കും, തുറസ്സായ സ്ഥലമായിരിക്കും. പക്ഷെ കാര്യം അതൊരു പേഴ്സണൽ കാര്യം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പറഞ്ഞാൽ അത് അയാൾ കുഴപ്പമില്ലാതെ വിട്ടിരുന്നപ്പോൾ ഇത് പുറത്ത് അറിയുന്നില്ല, ആരും ഇവിടെ ക്യാമറ ഇല്ലാന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ, അല്ലാതെ അതിനകത്ത് വേറെ കൂടുതലൊന്നും ആലോചിക്കണം. അത് അയാളോടാണ് പറഞ്ഞത്, അല്ലാതെ ഇപ്പുറത്തേക്കുന്നവരോട് വന്നിട്ട് ഇങ്ങനെ ഇവനിങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് പറയേണ്ട പോലെ പറയണം. ഞാനാണല്ലോ എനിക്ക് തോന്നി ഞാൻ പറയും. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ക്യാമറ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കേട്ടെന്ന് പറയുന്നത് എൻ്റെ കുഴപ്പമല്ല, അതാ വേറെ രസം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇമാർ ഒളിക്യാമറക്കാരെ പോലെ ആ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാന്നൊക്കെ പറയുന്നത് വേറെ, അതൊരു തെണ്ടിത്തരമാണ്. കാരണം മമ്മൂട്ടി പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം എന്തിനാണ് അവർ പബ്ലിഷ് ചെയ്തത്? ഇതൊക്കെ ഇവിടുത്തെ മീഡിയയുടെ കുഴപ്പം, മനസ്സിലായോ? ഈ മീഡിയയെ പറ്റിയൊക്കെ പറയുമ്പോൾ ആർക്കും അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഇവന്മാർക്ക് കുഴപ്പമുണ്ട്. ഇവര് കുത്തിത്തിരിപ്പ്, ഇങ്ങനത്തെ വിഷം അല്ലെ ഇങ്ങനത്തെ അലമ്പൊക്കെ എങ്ങനെയും കിട്ടിക്കഴിഞ്ഞാൽ, അലമ്പെന്ന് പറഞ്ഞാൽ അത് അവരുടെ ശരിയാണ്, അതിനകത്ത് അത് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടൊന്നുള്ളില്ല. അത് അയാൾ ചോദിക്കണം, മറ്റേ അപ്പൊ കേട്ട ആള്. അല്ല അത് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അയാൾക്ക് വേണേൽ അവിടെ വെച്ച് അയാൾക്ക് റിയാക്ട് ചെയ്യാം. വീട്ടിൽ കയറി വന്ന് മമ്മൂട്ടി പറഞ്ഞാലും ചിലപ്പോൾ മിണ്ടാ നിൽക്കുമായിരിക്കും ഇവനൊക്കെ. പക്ഷെ എന്നോടാ പറയുന്നെങ്കിൽ ഞാൻ തിരിച്ച് പറയും, എന്നോട് പറയാനുള്ള അവസരം കിട്ടത്തില്ല. കാരണം ഞാൻ മമ്മൂട്ടി വല പോകത്തില്ല. മമ്മൂട്ടി അതുവഴി പോയാൽ മമ്മൂട്ടി അതുവഴി പോയി. നമ്മളെന്തിനാ ഈ മൈരൊക്കെ കാണാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഇവന്മാര് സിനിമാടന്മാർ വരുമ്പോൾ ആരുടെ പുറകെ നടക്കുന്നത്? അയ്യേ. അപ്പൊ ഇവനൊക്കെ അത് വേണം, ഈ നടക്കുന്ന മൈരന്മാർക്ക്, ഇതിന്റെ പുറകെ നടക്കുന്നവന്മാർക്ക്. ഏതോ ഒരു മൈരിന്റെ പുറകെ വേറെ കുറെ മൈരന്മാർ നടക്കുന്നത്, അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഒരു തരം മൈരന്മാരല്ല, ഒരു തരം ഒരു പ്രത്യേക മൈരനും ബാക്കിയുള്ള എല്ലാം ഊമ്പിയ മൈരന്മാരുമാണ്. അപ്പൊ ഈ ഊമ്പിയ മൈരന്മാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അവനൊക്കെ ഇതൊക്കെ വേണം, ഒരു കുഴപ്പമില്ല. ആ പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. അതിനകത്ത് പറയേണ്ട രീതിക്ക് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഒച്ചത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അവമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നുള്ള സീൻ കണ്ടാ അറിയാം. ചുമ്മാ അങ്ങ് കഥ പറയുമോ ഓരോരുത്തന്മാരും, അങ്ങനെയാണ് ഇങ്ങനെയാണോ മമ്മൂട്ടി അത് PR വർക്ക് പൊളിച്ചില്ലേ എന്ത്?